മനുഷ്യജീവിതത്തിൽ നമ്മെ ഏറ്റവും കൂടുതൽ തളർത്തുന്നത് ശാരീരികമായ വേദനകളല്ല, മറിച്ച് പ്രാണനായി കണ്ട മനുഷ്യരിൽ നിന്ന് നേരിടേണ്ടി വരുന്ന അവഗണനയും ചതിയുമാണ്. ആരും തുണയില്ലാത്ത കഠിനമായ ഘട്ടങ്ങളിലൂടെ കടന്നുപോയൊരു ഭൂതകാലം ഒരുപക്ഷെ നിങ്ങൾക്കുമുണ്ടായിരിക്കാം. സ്വന്തം വിയർപ്പും ചോരയും നൽകി സ്നേഹിച്ചവർ, ജീവനേക്കാൾ മേലെയായി കരുതിയ പ്രണയം, എന്തിനും കൂടെയുണ്ടാകുമെന്ന് വിശ്വസിച്ച സൗഹൃദങ്ങൾ, ഇവരെല്ലാം ഒരു നിമിഷം കൊണ്ട് നമ്മെ തനിച്ചാക്കി ഇറങ്ങിപ്പോയ ആ നിമിഷങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇന്നും മായാത്ത മുറിവായി കിടക്കുന്നുണ്ടാകാം. നമ്മെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവർക്കും നമ്മുടെ കണ്ണീരിൽ സന്തോഷിച്ചവർക്കും മുൻപിൽ കരഞ്ഞു തളർന്ന് വീഴാനല്ല ആചാര്യ ചാണക്യൻ നമ്മെ പഠിപ്പിക്കുന്നത്. നിങ്ങളെ ഉപേക്ഷിച്ചവർക്ക് നിങ്ങളുടെ യഥാർത്ഥ മൂല്യം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കി കൊടുക്കലാണ് ശരിയായ മറുപടി. ഏതൊരു മനുഷ്യനാണോ നിങ്ങളെ തച്ചുടച്ച് തരിപ്പണമാക്കി കടന്നുപോയത്, അതേ മനുഷ്യൻ പിന്നീട് നിങ്ങളുടെ ഓർമ്മകളിൽ ദിവസവും നീറിപ്പുകഞ്ഞ് കരയണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നിലപാടുകൾ മാറ്റി നിർവചിക്കണം. നമ്മൾ പ്രാണനായി സ്നേഹിച്ച വ്യക്തി നമ്മെ ഉപേക്ഷിച്ചു പോകുമ്പോൾ ഉള്ളിലുണ്ടാകുന്ന ആഴത്തിലുള്ള മുറിവുകൾ നമ്മെ മാനസികമായി തകർത്തെറിയാറുണ്ട്. അവരില്ലാതെ മുന്നോട്ട് ജീവിക്കാൻ കഴിയില്ലെന്ന തെറ്റിദ്ധാരണയിൽ നമ്മൾ അവരുടെ മുൻപിൽ അപേക്ഷിക്കാൻ തുനിയാറുണ്ട്. എന്നാൽ ആത്മാഭിമാനം പണയം വെച്ചുകൊണ്ട് നേടുന്ന ഒരു സ്നേഹവും സുസ്ഥിരമല്ല എന്ന് ചാണക്യനീതി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഏതൊരു വ്യക്തിയാണോ നിങ്ങളുടെ അസാന്നിധ്യത്തെ ഭയപ്പെടാത്തത്, അവർക്ക് മുന്നിൽ നിങ്ങളുടെ സാന്നിധ്യം എപ്പോഴും ഒരു ഭാരമായിരിക്കും. പഴയകാല സൗഹൃദങ്ങളും പ്രണയബന്ധങ്ങളും നിങ്ങളുടെ മനസ്സിൽ വലിയൊരു ശൂന്യത സൃഷ്ടിക്കുന്നുണ്ടാകാം. ആ ഓർമ്മകളിൽ നിങ്ങൾ വീണ്ടും വീണ്ടും തളർന്നു പോകുന്നുണ്ടാകാം. എന്നാൽ കൊഴിഞ്ഞുപോയ ഇലകളെക്കുറിച്ചോ കടന്നുപോയ വസന്തങ്ങളെക്കുറിച്ചോ വൃക്ഷങ്ങൾ വിലാപഗീതം എഴുതാറില്ല എന്ന് തിരിച്ചറിയുക. അവ പുതിയ നാമ്പുകൾക്കായി ശാന്തമായി കാത്തിരിക്കുന്നു. നിങ്ങളുടെ കണ്ണീരിലും തകർച്ചയിലും സന്തോഷിക്കുന്ന മനുഷ്യർക്ക് മുൻപിൽ നിങ്ങൾ സ്വയം ശക്തനായി വളരുക മാത്രമാണ് ഏക വഴി. ഇവിടെയാണ് ആദ്യത്തെ മഹാതത്വം ഉരുത്തിരിയുന്നത്. അത് പൂർണ്ണമായ മൗനവും അപ്രത്യക്ഷമാകലുമാണ്. നിങ്ങളെ ഉപേക്ഷിച്ച വ്യക്തി എപ്പോഴും പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ വിലാപങ്ങളും അപേക്ഷകളുമാണ്. നിങ്ങൾ കരയുന്നുണ്ടോ, അവരുടെ ഓർമ്മകളിൽ നീറുന്നുണ്ടോ എന്ന് കാണാൻ അവർ ആഗ്രഹിക്കും. എന്നാൽ ആ നിമിഷത്തിൽ നിങ്ങൾ പൂർണ്ണമായി മൗനം പാലിക്കുകയും അവരുടെ ജീവിതത്തിൽ നിന്ന് നിശബ്ദമായി മാഞ്ഞുപോവുകയും ചെയ്യുക. നിങ്ങളുടെ യാതൊരു വിവരവും അവർക്ക് ലഭ്യമാകാതിരിക്കട്ടെ. ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തേക്കാൾ മനുഷ്യന്റെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നത് ഉത്തരമില്ലാത്ത ആ നിശബ്ദതയാണ്. നിങ്ങൾ എവിടെയാണെന്നോ എന്താണ് ചെയ്യുന്നതെന്നോ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം വലിയൊരു നിഗൂഢത നിങ്ങളിൽ വളരട്ടെ. ഈ മൗനം അവരിൽ വലിയൊരു ആകാംക്ഷയും ഒടുവിൽ സഹിക്കാനാവാത്ത കുറ്റബോധവും വളർത്തും. തീ പോലെ പൊള്ളുന്ന നിങ്ങളുടെ പഴയകാല ഓർമ്മകൾ മനസ്സിൽ കിടന്നു പുകയുമ്പോൾ അതിനെ വിജയത്തിനായുള്ള ഇന്ധനമാക്കി മാറ്റുക. നമ്മെ വേദനിപ്പിച്ച മനുഷ്യരെ ശപിക്കാനോ അവരോട് നേരിട്ട് തർക്കിക്കാനോ സമയം കളയരുത്. അത്തരം വൈകാരികമായ പ്രതികരണങ്ങൾ നിങ്ങളുടെ ഊർജ്ജത്തെ പൂർണ്ണമായും ചോർത്തിക്കളയും. അതിനുപകരം ആ വേദനയെ നിങ്ങളുടെ വളർച്ചയ്ക്കുള്ള ആയുധമാക്കുക. നിങ്ങളുടെ കഠിനാധ്വാനം അത്രയധികം നിശബ്ദമായിരിക്കട്ടെ, എന്നാൽ നിങ്ങളുടെ വിജയം ലോകം മുഴുവൻ കേൾക്കുന്ന വലിയൊരു ശബ്ദമായി മാറണം. സൗഹൃദങ്ങളായാലും പ്രണയബന്ധങ്ങളായാലും അതിൽ നിങ്ങളെ കുറച്ചു കാണിച്ച മനുഷ്യർക്ക് മുന്നിൽ വാദമുഖങ്ങൾ ഉയർത്താതെ നിങ്ങളുടെ വളർച്ച കൊണ്ട് മാത്രം മറുപടി നൽകുക. ഒരു മരത്തിന്റെ വേരുകൾ മണ്ണിൽ ആഴത്തിലിറങ്ങുന്നത് ആരും കാണാറില്ല. എന്നാൽ അത് വലിയൊരു വൃക്ഷമായി പന്തലിച്ച് ഫലങ്ങൾ നൽകുമ്പോൾ ലോകം മുഴുവൻ അതിനെ നോക്കി അത്ഭുതപ്പെടും. പ്രതികാരം എന്നത് മറ്റൊരാളെ ഉപദ്രവിക്കലല്ല, മറിച്ച് നമ്മെ ഉപേക്ഷിച്ചവർക്ക് സ്വയം തോന്നിപ്പോകുന്ന പശ്ചാത്താപമാണ്. അവർക്ക് നിങ്ങളെ വീണ്ടും ലഭിക്കണം എന്ന് തോന്നുന്ന രീതിയിൽ നിങ്ങളുടെ വ്യക്തിത്വം പുനർനിർമ്മിക്കപ്പെടണം. നിങ്ങളുടെ കണ്ണീരിന്റെ ഓരോ തുള്ളിക്കും പകരമായി ഉള്ളിൽ വളരേണ്ടത് അതിശക്തമായ ആത്മവിശ്വാസമാണ്. ഏതൊരു മനുഷ്യനാണോ നിങ്ങളുടെ ദാരിദ്ര്യത്തെയോ കഴിവുകേടുകളെയോ കളിയാക്കി ഇറങ്ങിപ്പോയത്, അവൻ നിങ്ങളുടെ ഉയർച്ച കാണുമ്പോൾ സ്വന്തം തെറ്റിനെ ഓർത്ത് തലയിൽ കൈവച്ച് പശ്ചാത്തപിക്കും. ജീവിതത്തിന്റെ ഏറ്റവും താഴത്തെ തട്ടിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന മനുഷ്യനാണ് ലോകത്തിൽ ഏറ്റവും ശക്തനായ പോരാളി. നഷ്ടപ്പെട്ട സൗഹൃദങ്ങളുടെയും പ്രണയത്തിന്റെയും ഓർമ്മകളിൽ വിങ്ങിപ്പൊട്ടുന്ന മനസ്സിനെ നിയന്ത്രിച്ച് അചഞ്ചലമായ മനസ്സോടെ സ്വന്തം ലക്ഷ്യങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഈ ആത്മനിയന്ത്രണമാണ് നിങ്ങളുടെ വിജയത്തിന്റെ ആദ്യത്തെ അടിത്തറ. രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ സ്വയം പര്യാപ്തതയും സാമ്പത്തികമായ ഉന്നതിയുമാണ്. ചാണക്യനീതിയിൽ സാമ്പത്തിക ഭദ്രതയെക്കുറിച്ച് വളരെ കൃത്യമായി പറയുന്നുണ്ട്. പണമില്ലാത്ത മനുഷ്യന് സമൂഹത്തിൽ അർഹിക്കുന്ന ബഹുമാനം ലഭിക്കില്ല. തന്നെയുമല്ല, അവൻ പ്രാണനായി സ്നേഹിച്ച ബന്ധങ്ങൾ പോലും അവനെ തനിച്ചാക്കി ഇറങ്ങിപ്പോകും. പണം മാത്രമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി എന്ന് നിങ്ങൾ തിരിച്ചറിയുക. എന്നാൽ ഇത് വെറും ഭൗതികമായൊരു ആഗ്രഹമല്ല, മറിച്ച് നിങ്ങളുടെ ആത്മാഭിമാനത്തിന്റെ വലിയൊരു കവചമാണ്. നിങ്ങളുടെ പഴയകാലത്ത് നിങ്ങൾ അനുഭവിക്കേണ്ടി വന്ന കഷ്ടപ്പാടുകളും അവഗണനകളും സാമ്പത്തികമായ പിന്നോക്കാവസ്ഥ കൊണ്ടായിരിക്കാം. നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ ഉപേക്ഷിച്ചുപോയ സൗഹൃദങ്ങളും പ്രണയങ്ങളും നിങ്ങളൊരു സാമ്രാജ്യം പടുത്തുയർത്തുമ്പോൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കും. അതിനാൽ നിങ്ങളുടെ സമയവും ഊർജ്ജവും അനാവശ്യമായ വൈകാരിക ചിന്തകളിൽ വീണുപോകാതെ നിങ്ങളുടെ കരിയറിലും സാമ്പത്തിക മേഖലയിലും പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മൂന്നാമത്തെ കാര്യം വൈകാരികമായ അനാസക്തി അഥവാ വികാരങ്ങളെ പൂർണ്ണമായി നിയന്ത്രിക്കാനുള്ള കഴിവിനെക്കുറിച്ചാണ്. മനുഷ്യൻ ഏറ്റവും കൂടുതൽ തകരുന്നത് അവൻ വികാരങ്ങൾ കടിമപ്പെടുമ്പോഴാണ്. നിങ്ങളെ ഉപേക്ഷിച്ചു പോയ വ്യക്തി വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരാൻ ശ്രമിച്ചേക്കാം. അല്ലെങ്കിൽ അവരുടെ പഴയകാല ഓർമ്മകൾ നിങ്ങളെ തളർത്തിയേക്കാം.
ആ നിമിഷങ്ങളിൽ നിങ്ങളുടെ മനസ്സ് ഒരു പാറ പോലെ ഉറച്ചതായിരിക്കണം. വികാരഭരിതനായി തീരുമാനങ്ങളെടുക്കുന്ന മനുഷ്യൻ വീണ്ടും വീണ്ടും ചതിക്കപ്പെടും. പ്രണയത്തിലും സൗഹൃദത്തിലും തോറ്റുപോയ മനുഷ്യർക്ക് തങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അവർ വീണ്ടും പഴയ മുറിവുകളിലേക്ക് വീണുപോകുന്നത്. ഒരു പാമ്പ് വിഷമില്ലാത്തതാണെങ്കിലും അത് വിഷമുള്ളതാണെന്ന് നടിക്കണം എന്ന് ചാണക്യൻ പറയുന്നു. അതുപോലെ നിങ്ങളുടെ ബലഹീനതകൾ ഒരിക്കലും ലോകത്തിനു മുൻപിൽ തുറന്നുകാട്ടരുത്. നിങ്ങൾ ഉള്ളിൽ തകർന്നിരിക്കുകയാണെങ്കിലും പുറത്ത് അത്യധികം ശാന്തനും ശക്തനുമായി കാണപ്പെടുക. പഴയകാല സൗഹൃദങ്ങളെക്കുറിച്ചും ബന്ധങ്ങളെക്കുറിച്ചും ആലോചിച്ച് സമയം കളയുന്നത് വലിയൊരു വിഡ്ഢിത്തമാണ്. കാരണം കടന്നുപോയ സമയം ഒരിക്കലും തിരികെ വരില്ല. നിങ്ങളെ ഉപേക്ഷിച്ചവർക്ക് നിങ്ങളുടെ മൂല്യം മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നിലവാരം ഉയർത്തണം. നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ വസ്ത്രധാരണം, നിങ്ങളുടെ സംസാരിക്കുന്ന രീതി, നിങ്ങളുടെ ജീവിതശൈലി ഇവയെല്ലാം പൂർണ്ണമായും മാറ്റപ്പെടണം. പഴയ ആളായിരിക്കരുത് നിങ്ങൾ. നിങ്ങളെ വീണ്ടും കാണുമ്പോൾ അവർക്ക് നിങ്ങളെ തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം നിങ്ങളുടെ വ്യക്തിത്വം ഉന്നത തലത്തിലേക്ക് ഉയരണം. ഇതൊരു അഭിനയമല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ യഥാർത്ഥ കഴിവുകളെ പുറത്തെടുക്കലാണ്. ഏതൊരു മനുഷ്യനാണോ നിങ്ങളെ തള്ളിക്കളഞ്ഞത്, അവൻ നിങ്ങളെ നോക്കി നെടുവീർപ്പിടുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ സ്വയം വളരുക. നാലാമത്തെ കാര്യം, ആർക്കും എളുപ്പത്തിൽ ലഭ്യമാകാതിരിക്കുക എന്നതാണ്. പലപ്പോഴും നമ്മൾ ആളുകൾക്ക് അമിതമായ പ്രാധാന്യം നൽകുകയും അവരുടെ ഒരു വിളിക്കായി എപ്പോഴും കാത്തിരിക്കുകയും ചെയ്യുന്നു. ഇത് നമ്മുടെ മൂല്യം പൂർണ്ണമായും ഇല്ലാതാക്കുന്നു. പ്രണയബന്ധങ്ങളിൽ ആളുകൾ നിങ്ങളെ ഉപേക്ഷിക്കാൻ പ്രധാന കാരണം നിങ്ങളുടെ അമിതമായ ലഭ്യതയാണ്. നിങ്ങൾ അവർക്കെപ്പോഴും ലഭ്യമാണെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള ആകർഷണം കുറയും. അതിനാൽ നിങ്ങളുടെ സമയം വിലപിടിപ്പുള്ളതാക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കായി മാത്രം സമയം ചെലവഴിക്കുക. നിങ്ങളെ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങളെ കണ്ടെത്താൻ പ്രയാസമായിരിക്കണം. ഈ അപൂർവത നിങ്ങളുടെ മൂല്യം അനേകമടങ്ങ് വർദ്ധിപ്പിക്കും. നിങ്ങൾ എളുപ്പത്തിൽ വഴങ്ങുന്നവനല്ലെന്നും സ്വന്തം നിബന്ധനകളിൽ മാത്രം ജീവിക്കുന്നവനാണെന്നും ലോകം അറിയട്ടെ. ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന കഷ്ടപ്പാടുകൾ നിങ്ങളെ തളർത്താനല്ല, മറിച്ച് നിങ്ങളെ വജ്രത്തെപ്പോലെ മിനുക്കിയെടുക്കാനാണ് വന്നത് എന്ന് തിരിച്ചറിയുക. കൽക്കരി ഉയർന്ന സമ്മർദ്ദവും ചൂടും സഹിക്കുമ്പോഴാണ് അത് വിലമതിക്കാനാവാത്ത വജ്രമായി മാറുന്നത്. നിങ്ങളുടെ ഭൂതകാലത്തിലെ വേദനകളും അവഗണനകളുമാണ് നിങ്ങളെ രൂപപ്പെടുത്തുന്ന അസംസ്കൃത വസ്തുക്കൾ. പഴയ ആ പ്രണയവും സൗഹൃദവും നിങ്ങളെ ഉപേക്ഷിച്ചത് നിങ്ങളുടെ കുറ്റം കൊണ്ടല്ല, മറിച്ച് അവരുടെ കാഴ്ചപ്പാടിന്റെ പരിമിതി കൊണ്ടാണ്. അവർക്ക് നിങ്ങളുടെ മൂല്യം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ ശേഷി തിരിച്ചറിയുമ്പോൾ ലോകം മുഴുവൻ നിങ്ങളുടെ മുൻപിൽ തലകുനിക്കും. ഈ ഉറച്ച വിശ്വാസം നിങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ പതിയട്ടെ. അഞ്ചാമത്തെ കാര്യം, നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിൽ വരുത്തേണ്ട വലിയ മാറ്റങ്ങളാണ്. തകർന്ന മനസ്സോടെ, വൃത്തിയില്ലാത്ത ശരീരത്തോടെ നിരാശനായി ജീവിക്കുന്ന ഒരു മനുഷ്യനെ ലോകം ഒരിക്കലും ബഹുമാനിക്കില്ല. നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ക്ഷേത്രമാണ്. ദിവസവും വ്യായാമം ചെയ്യുക, നിങ്ങളുടെ ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കുക, ആരോഗ്യകരമായ ഭക്ഷണം മാത്രം കഴിക്കുക. ഒരു വ്യക്തി നിങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസവും ശാരീരികമായ കരുത്തും അവരിൽ ബഹുമാനവും ഭയവും ഉളവാക്കണം. നിങ്ങളുടെ കണ്ണുകളിലെ തിളക്കവും സംസാരിക്കുമ്പോഴുള്ള ഉറപ്പും നിങ്ങളുടെ പുതിയ മാറ്റത്തെ വിളിച്ചോതണം. നിങ്ങളെ ഉപേക്ഷിച്ചുപോയ വ്യക്തി നിങ്ങളെ വീണ്ടും കാണുമ്പോൾ അവരില്ലാതെ നിങ്ങൾ തകർന്നുപോയില്ല എന്നു മാത്രമല്ല, നിങ്ങൾ മുൻപത്തേക്കാൾ അനേകം മടങ്ങ് മനോഹരനും ശക്തനുമായി മാറിയിരിക്കുന്നു എന്ന് കണ്ട് അവർ അമ്പരന്നു പോകണം. ആറാമത്തെ കാര്യം, നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ മാത്രം അചഞ്ചലമായ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. ഒരു ലക്ഷ്യമില്ലാത്ത മനുഷ്യൻ കാറ്റിൽ പറക്കുന്ന കരിയിലേക്ക് തുല്യമാണ് എന്ന് ചാണക്യൻ അർത്ഥശാസ്ത്രത്തിൽ വ്യക്തമാക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിന് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. അത് നിങ്ങളുടെ കരിയറാകാം, നിങ്ങളുടെ ബിസിനസ് ആകാം, അല്ലെങ്കിൽ ലോകത്തിന് നന്മ ചെയ്യുന്ന വലിയൊരു സംരംഭമാകാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ രാത്രി ഉറങ്ങുന്നതുവരെ നിങ്ങളുടെ മനസ്സ് ഈ ലക്ഷ്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കട്ടെ. അനാവശ്യമായ സൗഹൃദങ്ങൾക്കോ രാത്രിയിലെ വിലാപങ്ങൾക്കോ നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥാനമുണ്ടാകരുത്. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിന് പുറകെ പായുമ്പോൾ ലോകത്തിലെ എല്ലാ വശ്യതകളും നിങ്ങളുടെ പുറകെ വരും. നഷ്ടപ്പെട്ട പ്രണയവും സൗഹൃദവും നിങ്ങളെ തേടി തിരികെ വരും. എന്നാൽ അന്ന് നിങ്ങൾക്ക് അവരെ ആവശ്യമില്ലാത്ത വിധം നിങ്ങൾ വലിയ ഉയരങ്ങളിൽ എത്തിയിരിക്കും. പഴയകാല ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ അതിനെ തടയാൻ ശ്രമിക്കരുത്, മറിച്ച് അതിനെ അതിജീവിച്ച് ധീരമായി മുന്നോട്ടു പോകുക. ആ ഓർമ്മകൾ നിങ്ങൾക്ക് നൽകിയ പാഠങ്ങൾ വളരെ വലുതാണ്. ആരും ശാശ്വതമല്ലെന്നും സ്വന്തം നിഴൽ പോലും ഇരുട്ടിൽ നമ്മെ ഉപേക്ഷിച്ചു പോകുമെന്നും ആ അനുഭവങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചു. ഈ വലിയ പാഠം ഉൾക്കൊണ്ടുവേണം നിങ്ങൾ ഭാവി ജീവിതം പടുത്തുയർത്താൻ. ആളുകളെ അന്ധമായി വിശ്വസിക്കുന്നത് നിർത്തുക. ഏത് ബന്ധത്തിലും കൃത്യമായ അതിരുകൾ സൂക്ഷിക്കുക. നിങ്ങളുടെ രഹസ്യങ്ങളോ നിങ്ങളുടെ ദുർബലതകളോ ആരുമായും പങ്കുവയ്ക്കരുത്. നിങ്ങളുടെ രഹസ്യങ്ങൾ ഒരിക്കലും മറ്റൊരാളോട് പറയരുത്, അത് നിങ്ങളെ നശിപ്പിക്കും എന്നതാണ് ചാണക്യന്റെ ഏറ്റവും വലിയ ഉപദേശം. നിങ്ങളുടെ അടുത്ത സുഹൃത്തിനോട് പോലും നിങ്ങളുടെ അടുത്ത നീക്കം എന്താണെന്ന് വെളിപ്പെടുത്തരുത്. ഏഴാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം ക്ഷമയും കാത്തിരിപ്പുമാണ്. തൽക്ഷണ ഫലങ്ങൾക്കായി ഒരിക്കലും ധൃതി കൂട്ടരുത്. മഹത്തായ കാര്യങ്ങൾ പടുത്തുയർത്താൻ എപ്പോഴും സമയമെടുക്കും. ഒരു കൊട്ടാരം പണിയാൻ മാസങ്ങളോ വർഷങ്ങളോ വേണം, എന്നാൽ ഒരു കുടിൽ കെട്ടാൻ ഏതാനും ദിവസങ്ങൾ മാത്രം മതി. നിങ്ങൾ പണിയുന്നത് നിങ്ങളുടെ ജീവിതമാകുന്ന വലിയൊരു കൊട്ടാരമാണ്.
അതിന് കൃത്യമായ സമയവും ക്ഷമയും ആവശ്യമാണ്. നിങ്ങളുടെ വളർച്ച സാവധാനത്തിലായിരിക്കാം, എന്നാൽ അത് മാറ്റമില്ലാത്തതായിരിക്കണം. നിങ്ങളെ ഉപേക്ഷിച്ചവർ അവരുടെ ജീവിതത്തിൽ പരാജയപ്പെടുകയോ അല്ലെങ്കിൽ അവർക്ക് തെറ്റുപറ്റി എന്ന് തിരിച്ചറിയുകയോ ചെയ്യുന്ന ഒരു നിമിഷം വരും. ആ നിമിഷത്തിനായി നിങ്ങൾ ശാന്തനായി കാത്തിരിക്കുക. നിങ്ങളുടെ പ്രതികാരം വാളുകൊണ്ടോ വാക്കുകൊണ്ടോ ഉള്ളതല്ല, മറിച്ച് നിങ്ങളുടെ സമാനതകളില്ലാത്ത വളർച്ച കൊണ്ടുള്ളതാണ്. ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലും നിങ്ങളുടെ ആത്മാഭിമാനം പണയം വെക്കരുത്. ഒരു ബന്ധത്തിനു വേണ്ടിയും നിങ്ങളുടെ സ്വയം ബഹുമാനം ഇല്ലാതാക്കരുത്. നിങ്ങളെ ഉപേക്ഷിച്ചു പോയ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരാൻ അപേക്ഷിക്കുമ്പോൾ അവർക്ക് മാപ്പ് നൽകാം, എന്നാൽ പഴയ സ്ഥാനം നൽകരുത്. കാരണം ഒരിക്കൽ ചതിച്ചവൻ വീണ്ടും ചതിക്കും എന്നത് പ്രകൃതി നിയമമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അവർക്ക് സ്ഥാനം നൽകുന്നത് നിങ്ങളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തും. നിങ്ങൾ നടന്നു തീർത്ത വഴിയിലേക്ക് വീണ്ടും തിരിഞ്ഞു നോക്കരുത്. പുതിയ കൊടുമുടികൾ കീഴടക്കാൻ നിങ്ങളുടെ കാൽവെപ്പുകൾ മുന്നോട്ട് തന്നെ വയ്ക്കുക. ഈ 7 കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കൃത്യമായി നടപ്പിലാക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന മാറ്റം അത്രയധികം അത്ഭുതകരമായിരിക്കും. നിങ്ങൾ പഴയ ദുർബലനായ അപേക്ഷിക്കുന്ന കരയുന്ന മനുഷ്യനല്ല. നിങ്ങൾ പുതിയൊരു അവതാരമായി മാറും. അനുഭവങ്ങളുടെ തീയിൽ കുരുത്ത, ആർക്കും തകർക്കാൻ കഴിയാത്ത അജയ്യനായ ഒരു പോരാളിയാണ് നിങ്ങൾ. ഈ വലിയ മാറ്റം നിങ്ങളുടെ ചുറ്റുമുള്ള അന്തരീക്ഷത്തെ തന്നെ മാറ്റിമറിക്കും. നിങ്ങളെ ഉപേക്ഷിച്ച് കടന്നുപോയവർക്ക് നിങ്ങളുടെ സാന്നിധ്യം ഇനി ഒരിക്കലും കയ്യെത്തിപ്പിടിക്കാൻ കഴിയാത്ത ഒരു സ്വപ്നമായി മാറും. അവർ നിങ്ങളെ ഓർത്ത് ഉള്ളിൽ വിങ്ങിപ്പൊട്ടും. നിങ്ങളെപ്പോലൊരു അപൂർവമായ മനുഷ്യനെ കളഞ്ഞുകുളിച്ചല്ലോ എന്നോർത്ത് അവർ സ്വന്തം നെഞ്ചത്തടിച്ച് കരയും. അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റ് നിങ്ങളെ ഉപേക്ഷിച്ചതായിരുന്നു എന്ന് അവർ സ്വയം തിരിച്ചറിയും. പഴയകാല പ്രണയവും സൗഹൃദങ്ങളും നിങ്ങളുടെ മനസ്സിൽ ഇനിയൊരു ഭാരമായിരിക്കില്ല, മറിച്ച് നിങ്ങളുടെ വിജയത്തിന്റെ അടിത്തറയായിരിക്കും. ആ മനുഷ്യർ നിങ്ങളുടെ ജീവിതത്തിൽ വന്നതും നിങ്ങളെ ഉപേക്ഷിച്ചു പോയതും നല്ലതിനായിരുന്നു എന്ന് അന്ന് നിങ്ങൾ തിരിച്ചറിയും. കാരണം അവർ നിങ്ങളെ ഉപേക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഉള്ളിലെ ഈ വലിയ ശക്തിയെ തിരിച്ചറിയുമായിരുന്നില്ല. അവർ നൽകിയ ആ കഠിനമായ വേദനയാണ് നിങ്ങളെ ഈ നിലയിൽ എത്തിച്ചത്. അതിനാൽ മനസ്സുകൊണ്ട് അവരോട് നന്ദി പറയുക. എന്നാൽ ഒരിക്കലും അവരെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ പ്രവേശിപ്പിക്കരുത്. നിങ്ങളുടെ വളർച്ചയെ നോക്കി ദൂരത്തുനിന്ന് കണ്ണീരൊഴുക്കാൻ മാത്രം അവർക്ക് അർഹത നൽകുക. ചാണക്യ തത്വചിന്ത നമ്മെ പഠിപ്പിക്കുന്നത് നിഷ്ക്രിയമായിരിക്കാനല്ല, മറിച്ച് തന്ത്രപൂർവ്വം പ്രവർത്തിക്കാനാണ്. ലോകം എപ്പോഴും ശക്തന്റെ കൂടെ മാത്രമാണ് നിൽക്കുന്നത്. ദുർബലനായ ആടിനെയാണ് ദൈവത്തിന് പോലും ബലി കൊടുക്കുന്നത്, സിംഹത്തെയല്ല. നിങ്ങളൊരു സിംഹമായി മാറണം. സ്വന്തം കാട്ടിലെ രാജാവായി വാഴണം. നിങ്ങളുടെ സാമ്രാജ്യം നിങ്ങളുടെ ചോരയും നീരും കൊണ്ട് പടുത്തുയർത്തപ്പെട്ടതായിരിക്കണം. അവിടെ അനാവശ്യമായ വൈകാരിക ചിന്തകൾക്കോ നിങ്ങളെ തളർത്തുന്ന ഓർമ്മകൾക്കോ ഒട്ടും സ്ഥാനമില്ല. നിങ്ങളുടെ ഓരോ ചുവടും കൃത്യമായ കാഴ്ചപ്പാടോടെയായിരിക്കണം. ലോകത്തിലെ ഏറ്റവും വലിയ പ്രതികാരം നിങ്ങളുടെ ശത്രുക്കൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വലിയൊരു ഉയരത്തിൽ നിങ്ങൾ എത്തുക എന്നതാണ്. ഇന്ന് ഈ നിമിഷം മുതൽ നിങ്ങളുടെ ഭൂതകാലത്തിലെ കണ്ണീരിനോട് യാത്ര പറയുക. നിങ്ങളെ തളർത്തിയ ഓർമ്മകളെ മനസ്സിന്റെ ഉള്ളറകളിൽ പൂട്ടിയിടുക. ഒരു പുതിയ മനുഷ്യനായി പുതിയ ലക്ഷ്യങ്ങളോടെ ധീരമായി മുന്നോട്ട് കുതിക്കുക. നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന സിംഹത്തെ ഉണർത്തുക. നിങ്ങളെ ഉപേക്ഷിച്ചവർ നിങ്ങളുടെ വിജയത്തിന്റെ വാർത്തകൾ കേട്ട് അമ്പരന്നു പോകട്ടെ. അവർ നിങ്ങളെ തേടി തിരികെ വരും. അന്ന് നിങ്ങളെത്തിയ ഉയരം കണ്ട് അവർക്ക് നിങ്ങളുടെ മുൻപിൽ നിൽക്കാൻ പോലും ഭയം തോന്നും. ആ നിമിഷമാണ് നിങ്ങളുടെ യഥാർത്ഥ വിജയം. ആ വിജയത്തിനായി, ആ ആത്മാഭിമാനത്തിനായി ഇന്ന് തന്നെ നിങ്ങളുടെ പുതിയ പോരാട്ടം ആരംഭിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും നഷ്ടങ്ങളും താത്കാലികം മാത്രമാണ്. എന്നാൽ നിങ്ങൾ നേടാൻ പോകുന്ന വിജയം ശാശ്വതമായിരിക്കും. ലോകം നിങ്ങളെ നോക്കി അത്ഭുതപ്പെടുന്ന ഒരു ദിവസം വരും. അന്ന് നിങ്ങളെ ഉപേക്ഷിച്ചവർ നിങ്ങളുടെ ഓർമ്മകളിൽ നീറിപ്പുകഞ്ഞ് കരയുക തന്നെ ചെയ്യും. ഇത് പ്രകൃതിയുടെ നീതിയാണ്. ആചാര്യ ചാണക്യന്റെ നിത്യസത്യമായ വചനങ്ങളാണ്. അചഞ്ചലമായ മനസ്സോടെ സ്വന്തം ശക്തിയിൽ മാത്രം വിശ്വസിച്ച് നിങ്ങളുടെ ജീവിതത്തിന്റെ പുതിയ അധ്യായം എഴുതി ചേർക്കുക. വിജയത്തിന്റെ കൊടുമുടിയിൽ നിങ്ങൾ മാത്രമായിരിക്കും. നിങ്ങളുടെ പ്രഭയിൽ ലോകം മുഴുവൻ അഞ്ചിച്ചു നിൽക്കും.